ഞാൻ ഇത്രയും ദിവസം ഇവനൊരു ലൈഫ് ഉള്ളതാണ് ഇവക്കൊരു ലൈഫ് ഉള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ പരമനാറി എന്റെ ആകെ നാറി ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. നിനക്ക് തലയ്ക്ക് വട്ടാടി. എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പങ്ങനാ വെരി ക്ലോസ്. നിക്ക് മോനെ നിക്ക്. കാണിക്കാൻ പാടുള്ള കാര്യം നിങ്ങൾ കാണിച്ചത് എന്താ കാണിച്ചത്? അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തയെ അടിച്ച് പൊളിച്ചളെ അറിയാം നിനക്ക്. ആ തള്ള പറഞ്ഞണ്ട ഒറ്റടി എന്റെ മൂന്ന് കുറ്റി അടിച്ചോണ്ടല്ലോ. കൊള്ളാം. അന്യരുടെ കാര്യങ്ങൾ ചുഴിഞ്ഞറിയാൻ ഇതുപോലൊരു മിടുക്കി ബെസ്റ്റ് ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ CID പണിയായിരുന്നോ? 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജിസേൽ ഇവിടെയാണ് കിടക്കുന്നതും ജിസേലിന്റെ തല ഇവിടെയും അവന്റെ തലയും. എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. തമ്മില് വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ബെഡ്ഷീറ്റ് ആക്കിയിട്ട് വീണ്ടും നോക്കുന്നു. ഞാൻ കഴിക്കുന്ന അന്നമാണ് സത്യം, എന്റെ അമ്മ അന്നമ്മയാണ് സത്യം. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കറിയാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എന്താണ് അവളെന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് കളിച്ച അവളെ ഞാൻ കുരിച്ചെടുത്ത് കൂപ്പിലിടിച്ച് ചവിട്ട് കൂടി തടിച്ചനെ പൊട്ടിച്ചത്. അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും കണ്ടത്. ഒരു പ്രത്യേക ജീവിതല്ലേ? വേറെ സെക്ഷലി അതൊന്നും അല്ല ഞാൻ കണ്ടത്. പിന്നെ എന്താ കണ്ടത്? ഒരു പെണ്ണും ചെക്കന് അടുത്ത് വന്നിരുന്ന എന്താണ് ചെയ്യുന്നത്? ഉമ്മ കൊടുക്കും, കിസ് ചെയ്യും. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കേ. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇറ്റ്സ് എ കോംപ്ലിമെന്റ് മാൻ. ഇത്രയും ദിവസം അനുമോൾ ഇത് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു കൂടെ പറ. അവന്റെ അമ്മയെ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചു.